السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. قال النبي صلى الله عليه وسلم: من استمع حديث قومه وهم له كارهون ഉദീബ ഫി ഉദ്നിഹിൽ അൽആനുകു യൗമുൽ ഖിയാമ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ. എല്ലാ നന്മകളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുടെയും ദുന്യവും ഉഖ്റയുമായ എല്ലാവിധ സദുദ്ദേശവും അതിൽ നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സലാം കൊടുക്കുന്നതും അതുപോലെ തന്നെ പുഞ്ചിരിക്കുന്നതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ പ്രതിപാദിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണെന്ത്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള വലിയൊരു ആകാംക്ഷ. മറ്റുള്ളവരെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആളുകൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ മഹല്ലത്തിലുള്ള ആളുകൾ, അവിടുത്തെ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ, അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർ, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ വിഷയം, അതല്ലെങ്കിൽ തന്നെ അയൽവാസിയിൽ നടക്കുന്ന വീട്ടിലെ വിഷയങ്ങൾ, ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റു വീട്ടിലെ അവസ്ഥകൾ, ഒരു സമൂഹത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ രഹസ്യമായിക്കൊണ്ട് കാതുകൾ കൊണ്ട് കേൾക്കാൻ, അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാൻ നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്. അതിനൊക്കെ വേണ്ടി നമ്മൾ കാത് കൂർപ്പിച്ചുകൊണ്ട് അവരുടെ അരികിലോ അല്ലെങ്കിൽ ഒളിഞ്ഞുകൊണ്ടൊക്കെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ എന്താണോ പറയണതെന്ന് സാഹോദം വീക്ഷിച്ചുകൊണ്ട് എന്നിട്ടത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, തൻ്റെ അയൽവാസിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെ നമ്മളെന്താവും വളരെ ഒളിഞ്ഞിരുന്നു കൊണ്ട് വല്ല ചെവി കൊടുത്തുകൊണ്ട് കേൾക്കണ ഒരു സ്വഭാവം നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉള്ള ഒരു വിഷയമാണ്. എന്നാലത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറ്റു വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, അതൊരിക്കലും നമ്മളെന്താ പാടില്ല, ഒളിഞ്ഞിരുന്നു കൊണ്ട് കേൾക്കുക. എന്നിട്ട് അവരെ പറ്റിയിട്ട് മനസ്സിലാക്കുക. എന്നിട്ടത് നമ്മൾ വേറെ പോയി പറയുക, അല്ലെങ്കിൽ അവരെ ഒരു മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവ രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉള്ളൊരു വിഷയമാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്ത്, മനിസ്തമ ഹദീസ ഖൗമി, ഒരു സമൂഹം വെറുക്കവേ, ഒരിക്കലും ഒരാൾക്ക് ഇഷ്ടാവൂല മറ്റുള്ളവർ എന്താണ് പറയുന്നത് അത് നമ്മളിങ്ങനെ കേൾക്കുക എന്നുള്ളത്. അത് അവർക്ക് തീരെ ഇഷ്ടമുള്ള വിഷയമല്ല. അല്ലെങ്കിൽ നമ്മളെ അയൽവാസിയിൽ നടക്കുന്ന പ്രശ്നം നമ്മൾ ചെവി കൊടുത്ത് കേൾക്കുക എന്നുള്ളത് ആ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. അങ്ങനെ ഇരിക്കെ ഒരു സമൂഹം വെറുക്കവേ അവരുടെ സംസാരങ്ങൾ എന്താവുക, ഒരാൾ ശ്രദ്ധിച്ചാൽ, വളരെ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടിരുന്നാൽ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെപ്പോഴും അല്ലെങ്കിൽ നാലാൾ കൂടി അടങ്ങി സംസാരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് കൂടി ഇങ്ങനെ ചെവി കെട്ടുകൊണ്ട് എന്താവുക, അവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുക, അങ്ങനെ കേൾക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ സംസാരങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്കുള്ള അദാബ്, എന്താണ് അതിൻ്റെ ഗൗരവം എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ലഹും കാരിഹൂന, അവർ വെറുക്കുക. നമ്മൾ പറഞ്ഞല്ലോ, മറ്റുള്ളവർ വെറുക്കാണ്, നമ്മളൊക്കെ അത് അറിയലൊക്കെ മറ്റുള്ളവർ വെറുക്കുന്ന വിഷയമാണ്. എന്നാൽ നമ്മളത് കേൾക്കുക. അങ്ങനെയാവുമ്പോൾ ഉദീബ ഫി ഉദ്നിഹി എന്നാണ്. ഉദീബ ഫി ഉദ്നിഹി അൽആനുകു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അവൻ്റെ ചെവിയിലേക്ക്, അൽആനുകു അവൻ്റെ ചെവിയിലേക്ക് എന്താകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയം ഒരുക്കിക്കൊണ്ട് ഒഴിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുക. വളരെ ഗൗരവമുള്ള വിഷയം തന്നെ. നമ്മൾ ചെവിക്കൊരു വെള്ളമായാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാണി കയറിയാൽ നമുക്ക് സഞ്ചാരമാണ്, നമുക്ക് പ്രയാസമാണ്. അന്ന് ഉറക്കമുണ്ടാവില്ല, അല്ലെങ്കിൽ അന്ന് ഒരുപാട് പ്രയാസങ്ങളാവും ചെവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ. എന്നാൽ അതേപോലെ നാളെ അന്ത്യനാളിൽ ഉണ്ടാവും അതിനേക്കാൾ ഗൗരവമാണ് മറ്റുള്ളവരുടെ സംസാരം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് അവർ പോലും അറിയാതെ ഒളിഞ്ഞിരുന്നു കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലേക്ക് ഈയം ഒരുക്കിക്കൊണ്ടൊഴിക്കുന്നതാണ് ഖിയാമത്ത് നാളിൽ എന്ന് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട സ്വഭാവം നമ്മൾക്കുണ്ട് എങ്കിൽ എന്താവണം, അത്
മാറ്റേണ്ടതാണ്. അപ്പോൾ വെറുപ്പുള്ളത്, മറ്റൊരാളെ വെറുപ്പുള്ള ഒരു വിഷയം നമ്മൾ കേൾക്കാൻ പാടില്ല. അതുപോലെ തന്നെ അന്ത്യനാളിലെ ശിക്ഷ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്ത് പറയുന്നത് ഒരിക്കലും കേൾക്കാൻ പാടില്ല. മറ്റൊരാളെ പറ്റി വന്നുകൊണ്ട് കുറ്റം പറയുന്നത് പോലും കേൾക്കാൻ പാടില്ല. അപ്പോൾ കാതുകളെ, നമ്മുടെ ചെവികളെ പ്രത്യേകം എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവത്തിന് നമ്മൾ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.